കേരളമടക്കം 12 സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിച്ച വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് അഥവാ SIRന്റെ ഭാഗമായി സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സംശയമുണ്ട്, ഇതെങ്ങനെയാണ്, ഇത് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണോ, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള സമയമുണ്ടോ എന്നൊക്കെ. എന്നാൽ ഈ വരുന്ന ഈ ഒരു എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണവും അതോടൊപ്പം തന്നെ BLOമാർ വീടുകളിൽ എത്തുന്ന സമയത്ത് നമ്മൾ നൽകേണ്ട രേഖകളുമൊക്കെ അത് അതീവ പ്രാധാന്യത്തോടു കൂടി തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം എന്ന് ആദ്യമേ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിൽ എത്തിയാണ് ഈ ഫോമുകളൊക്കെ നമുക്ക് നൽകുന്നത്. അടുത്ത മാസം 4 വരെ അഥവാ ഡിസംബർ 4 വരെയാണ് പ്രക്രിയ തുടരുന്നത്. അതിനുള്ളിൽ തന്നെ പരമാവധി ചെയ്ത് വീട്ടുവാനുള്ള അല്ലെങ്കിൽ എല്ലാം പൂർത്തീകരിക്കുവാനുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്തണം. ഇനി വീട്ടിൽ ഉദ്യോഗസ്ഥർ എത്തുന്ന സമയത്ത് ആളില്ലെങ്കിൽ 3 തവണ വരെ BLOമാർ വീട്ടിൽ എത്തണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BLOമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷെ നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് ഘട്ടമാണ്, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഉദ്യോഗസ്ഥരെല്ലാം ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകും. ഒരു പക്ഷേ ചില ഇടങ്ങളുടെ ഭൂപ്രകൃതിയും സാഹചര്യവും ഒക്കെ അനുസരിച്ചുകൊണ്ട് ഇതെങ്ങനെ പോകും എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നാലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അതുണ്ട്, അത് ഉദ്യോഗസ്ഥർ പാലിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. BLOമാരുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും പരിശീലനം എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. BLOമാർക്ക് 1 മാസം ഡ്യൂട്ടി ലീവ് അനുവദിച്ചിട്ടുണ്ട്. ഫോമുകളുടെ അച്ചടി കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട്. ബീഹാർ SIRൽ നിന്ന് വ്യത്യസ്തമായ എന്യൂമറേഷൻ ഫോമാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കായിട്ട് സജ്ജമാക്കിയിട്ടുള്ളത്. വോട്ടർമാരുടെ ഫോൺ നമ്പർ BLOയുടെ പക്കലുള്ളതിനാൽ എത്തുന്ന സമയം വോട്ടർമാരെ നേരിട്ട് മുൻകൂട്ടി തന്നെ അറിയിക്കും. BLO നൽകുന്ന അപേക്ഷയും എന്യൂമറേഷൻ ഫോമും പൂരിപ്പിച്ച് ഒപ്പിട്ടാണ് നൽകേണ്ടത്. ആവശ്യമെങ്കിൽ രേഖകളും നൽകണം. പുതിയ ഫോട്ടോ ചേർക്കാനുള്ള സൗകര്യമുണ്ട്. 2002 ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ 12 രേഖകളിൽ 1 ഹാജരാക്കണം. 2002ലും 2025ലും വോട്ടർ പട്ടികയിലുള്ള എല്ലാവരും എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകണം. ഫോമിന്റെ മുകളിലെ കോളങ്ങൾ എല്ലാവരും പൂരിപ്പിക്കണം. 2002ലെ വോട്ടർ പട്ടികയിലുള്ള വ്യക്തിയാണെങ്കിൽ ആ വിവരം രേഖപ്പെടുത്താൻ ഫോമിന്റെ താഴെ ഇടതുവശത്തുള്ള ബോക്സ് ഉപയോഗിക്കണം. ഇനി പേരില്ല, പകരം അച്ഛനോ അമ്മയോ അടുത്ത ബന്ധുക്കളോ 2022ലെ പട്ടികയിലുണ്ടെങ്കിൽ വലതുവശത്തെ കോളത്തിൽ അവരുടെ വിവരങ്ങൾ നൽകണം. 2002ൽ നടന്ന അവസാന SIRലെ വോട്ടർമാരുടെയോ ബന്ധുക്കളുടെയോ പേര് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആ പട്ടികയിൽ ഇല്ലാത്തവരായ പുതിയ വോട്ടറെ ഉൾപ്പെടുത്തുന്നതിന് ഫോം 6, ഡിക്ലറേഷൻ ഫോം എന്നിവ BLOമാർ ശേഖരിച്ച് മാച്ചിങ് ലിങ്കിങ് ചെയ്യും. വോട്ടർമാർക്ക് ഫോം ഓൺലൈനായും പൂരിപ്പിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലെ വോട്ടർമാർ, താൽക്കാലിക മൈഗ്രൻസ് എന്നിവർക്കും ഓൺലൈൻ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. ഇനി വോട്ടർമാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. BLOമാർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകുകയാണ് വേണ്ടത്. വോട്ടറുടെ പേര്, തിരിച്ചറിയൽ കാർഡ് നമ്പർ, വിലാസം എന്നിവ ഉൾപ്പെടുത്തിയാണ് ഫോം ലഭിക്കുക. പട്ടികയിലെ പാർട്ട് നമ്പർ, ബൂത്തിന്റെ പേര്, നിയമസഭ, ലോക്സഭാ മണ്ഡലങ്ങൾ, സംസ്ഥാനം എന്നിവ ഫോമിൽ മുൻകൂട്ടി രേഖപ്പെടുത്തിയിരിക്കും. അതിൽ വോട്ടറുടെ പഴയ ഫോട്ടോയും ഉണ്ടാകും. ഇതിന് സമീപം പുതിയ ഫോട്ടോ പതിക്കുവാനുള്ള പ്രത്യേക സ്ഥലമുണ്ട്. തുടർന്ന് ജനന തീയതി, ആധാർ നമ്പർ, ഇത് നിർബന്ധമല്ല, മൊബൈൽ ഫോൺ നമ്പർ, മാതാപിതാക്കളുടെയും ജീവിത പങ്കാളിയുടെയും പേരുകൾ, വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പറും ലഭ്യമെങ്കിൽ രേഖപ്പെടുത്തണം. ഓൺലൈനിൽ എങ്ങനെ അപേക്ഷ നൽകാമെന്നാണ് അടുത്ത ഘട്ടം. SIR നടപടിക്രമങ്ങൾ ഓൺലൈനിലും പൂർത്തിയാക്കാനുള്ള സൗകര്യം ഇലക്ഷൻ കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ ഇതിനുള്ള വിലാസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും. മൊബൈൽ നമ്പർ നൽകുമ്പോൾ OTP വരും. എന്യൂമറേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് www.ceo.kerala.gov.in എന്ന വെബ്സൈറ്റാണ്. അതിൽ പൂരിപ്പിച്ച് ഒപ്പിട്ട് അപ്ലോഡ് ചെയ്യണം. ആ സമയം BLOയുടെ മൊബൈൽ ആപ്പിലേക്ക് ഇത് നമ്മുടെ ആ ഫോം എത്തും. BLO അപ്രൂവ് ചെയ്താൽ EROക്ക് പിന്നീട് അത് കിട്ടുന്നുണ്ട്. വിദേശത്തുള്ളവരും ഇതേ രീതിയിലാണ് അപേക്ഷ നൽകേണ്ടത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. പിന്നെ പുതുതായി ഫോം ചേർക്കാൻ ഫോം 6. എന്താണ് ഈ ഫോം 6 എന്നുള്ളതാണ്? ഫോറം 6ലാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. 2022ലെ പട്ടികയിൽ ഇല്ലാത്തവർ നൽകേണ്ടതായ എല്ലാ രേഖകളും ഇതിനായി നൽകണം എന്നുള്ളതാണ്. അഥവാ 2022ലെ പട്ടികയിൽ ഇല്ലാത്തവർ നൽകേണ്ടതായ എല്ലാ രേഖകളും ഇതിനായി നൽകണം. ഇരട്ട വോട്ടുണ്ടെങ്കിൽ വോട്ടർക്ക് തന്നെ അതിലൊന്ന് നീക്കുവാനുള്ള അപേക്ഷകളും നൽകാം. ഒരിടത്ത് വോട്ടുള്ള ഇതര സംസ്ഥാനക്കാരോ അല്ലാത്തവരോ മറ്റൊരിടത്ത് വോട്ട് ചേർക്കുന്ന
വോട്ട് ചേർക്കുന്നത് പേര്, വയസ്സ്, വീട്ടുപേര്, പിതാവിൻ്റെ പേര് തുടങ്ങിയ വിവരങ്ങളിലൂടെ സിസ്റ്റം തന്നെ കണ്ടെത്തും എന്നുള്ളതാണ്. മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പുതിയ താമസ സ്ഥലത്തേക്ക് വോട്ട് മാറ്റുന്നതിനും ഇങ്ങനെ അപേക്ഷ നൽകണം. മണ്ഡലത്തിൽ തന്നെ താമസിക്കുന്നയാളായിരിക്കണം വോട്ടർ. BLOമാർക്കും EROമാർക്കും ഇതിൽ തീരുമാനമെടുക്കുവാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. SIRമായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അപ്പീൽ നൽകുവാനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പരാതികൾ BLO, ERO എന്നിവർക്ക് നൽകണം. കലക്ടറാണ് ഒന്നാം അപ്പീൽ അധികാരി. രണ്ടാം അപ്പീൽ അധികാരി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ്. ഡിസംബർ 9 മുതൽ 2026 ജനുവരി 8 വരെയാണ് പരാതികൾ സമർപ്പിക്കുവാനുള്ള സമയമുള്ളത്. ഇനി പ്രവാസികൾക്ക് ശ്രദ്ധിക്കുവാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രവാസികൾക്ക് ഓൺലൈനായി ഫോം ഡൗൺലോഡ് ചെയ്യാനും പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യാനും കഴിയും. നാട്ടിലെ വീട്ടിൽ BLO വരുമ്പോൾ ഇക്കാര്യം അറിയിച്ചാൽ മതി. വീട് പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് പ്രായോഗിക ബുദ്ധിമുട്ട് ചിലപ്പോൾ നേരിടേണ്ടി വരിക. ഇവ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരിട്ട് ഇടപെട്ട് പരിഹരിക്കും എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ.